നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും ആൺകുട്ടികളും അവരുടെ വീട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, ആൺകുട്ടികളുടെ വിവാഹം നടക്കാതെ നീണ്ടുപോകുന്ന അവസ്ഥ. ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കല്യാണാലോചനകൾ വന്ന് മടുത്ത് അല്ലെങ്കിൽ അനുയോജ്യരായ പങ്കാളിയെ കിട്ടാതെ അവിവാഹിതരായി തുടരുന്ന എത്രയോ ചെറുപ്പക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതിനെക്കുറിച്ച് പലരും പല കാര്യങ്ങൾ പറയും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സർക്കാരിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ചുമ്മാ ഊഹിച്ച് പറയുന്നതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം, അതുപോലെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടുകൾ എന്നിവ കൃത്യമായി എടുത്തു പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. അതുകൊണ്ട് ആണുങ്ങൾക്ക് സുഖമായി പെണ്ണ് കിട്ടുമല്ലോ എന്ന ചിലരെങ്കിലും വിചാരിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജനിക്കുന്ന സമയത്തെ സ്ത്രീ പുരുഷ നിരക്ക് എടുത്തു നോക്കിയാൽ 1000 ആൺകുട്ടികൾക്ക് 951 പെൺകുട്ടികൾ മാത്രമാണ് ജനിക്കുന്നത്. പ്രായപൂർത്തിയാവുമ്പോൾ പുരുഷന്മാർ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും പുരുഷന്മാരുടെ ശരാശരി ആയുസ്സിലെ വ്യത്യാസവും കൊണ്ടാണ് ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലായി കാണിക്കുന്നത്. ഇനി കേരളത്തിലെ അവിവാഹിതരുടെ പ്രായം തിരിച്ചുള്ള ഒരു ഔദ്യോഗിക കണക്കുകളൊന്ന് നോക്കിയാൽ 25 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ 54.9% പേരും അവിവാഹിതരാണ് ആൺകുട്ടികൾ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10ൽ 5 പേരും അവിവാഹിതരാന്നുള്ള കാര്യമാണ്. അതേസമയം സ്ത്രീകളാണെങ്കിൽ 16.6% മാത്രമാണുള്ളത്. ഇനി 30 വയസ്സിനും 34 വയസ്സിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ 14.2% ആൺകുട്ടികളും 4.1% പെൺകുട്ടികളുമാണുള്ളത്. 40 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2.5% ആൺകുട്ടികളും 1%-ൽ താഴെ പെൺകുട്ടികളുമാണ് അവിവാഹിതരായിട്ടുള്ളത്. 25 വയസ്സിനും 29 വയസ്സ് വരെയുള്ള 10ൽ 5-ലധികം ആൺകുട്ടികളും അവിവാഹിതരായിട്ടാണ് തുടരുന്നത്. പ്രായം 40 കഴിഞ്ഞാലും 3%-ഓളം പുരുഷന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ ഈ ഒരു നിരക്ക് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് ഇങ്ങനെ വിവാഹം നടക്കാതെ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാന കാരണം സമൂഹത്തിലെ പ്രതീക്ഷകളിലുണ്ടായ മാറ്റമാണ്. ഇന്ന് പെൺകുട്ടികളൊക്കെ നന്നായി പഠിച്ച് ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ സ്വാഭാവികമായും തങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തിക ഭദ്രതയും വലിയ ജോലിയുമുള്ള ആലോചനകൾ മാത്രമേ പലരും നോക്കുന്നുള്ളൂ. ഇതിൽ പെട്ടുപോകുന്നത് നമ്മളുടെ നാട്ടിലെ സാധാരണ പണികൾ ചെയ്യുന്നവരാണ്. ചെറിയ ബിസിനസ് നടത്തുന്നവർ, അല്ലെങ്കിൽ മാസം വലിയ വരുമാനമില്ലാത്ത ആൺകുട്ടികളാണ്. എത്ര നല്ല സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞാലും തുടക്കത്തിലെ ആലോചനകൾ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയുമുണ്ട്. സ്വന്തമായ ഒരു നിലയിൽ എത്തിയ ശേഷം കല്യാണം കഴിക്കാമെന്ന് കരുതി ഓടി നടന്ന് അധ്വാനിക്കുമ്പോഴേക്കും ആൺകുട്ടികളുടെ വയസ്സ് 30 അല്ലെങ്കിൽ 35 കഴിഞ്ഞിരിക്കും. ഇത് ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഒന്നാമതായി, കുട്ടികളുടെ ജനന നിരക്കിൽ ഉണ്ടാകുന്ന വൻ കുറവാണ്. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഒരു ജനസംഖ്യ ഒരേ നിലയിൽ നിൽക്കാൻ ഒരു സ്ത്രീക്ക് ശരാശരി 2.1 കുട്ടികൾ വെച്ചു വേണം. എന്നാൽ കേരളത്തിൽ 1.8 താഴ്ന്നു. വിവാഹം നീണ്ടുപോകുമ്പോഴും അവിവാഹിതരുടെ എണ്ണം കൂടുമ്പോഴും ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വൻതോതിൽ കുറയുന്നു. ഇന്ന് നമ്മളുടെ പല സ്കൂളുകളിലും 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇതിനെ വ്യക്തമാക്കുന്ന സൂചനകളാണ്. രണ്ടാമതായി, ഭാവിയിൽ കേരളം വയോജനങ്ങളുടെ മാത്രം ഒരു നാടായി മാറാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും പ്രാദേശികമായി അധ്വാനിക്കാൻ ആളില്ലാത്ത അവസ്ഥയും വരികയും ചെയ്യും. മൂന്നാമതായി, ഏറ്റവും ഗൗരവമേറിയ മറ്റൊരു കാര്യം, അവിവാഹിതരായ ചെറുപ്പക്കാർക്കിടയിലെ മരണനിരക്കും ആരോഗ്യ പ്രശ്നങ്ങളിലും ഉണ്ടാകുന്ന വർധനവാണ്. 30-35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെ നീണ്ടുപോകുമ്പോൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയവും കാരണം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് യുവാക്കൾ അനുഭവിക്കുന്നത്. ഇതിന്റെ ഫലമായി കടുത്ത വിഷാദ രോഗം, ഏകാന്തത, അത് മറികടക്കാൻ ചിലരെങ്കിലും ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗം എന്നിവ കൂടുന്നു. ഇത് പെട്ടെന്നുണ്ടാക്കുന്ന ഹൃദയാഘാതം, ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ നിർഭാഗ്യവശാൽ ചിലരിൽ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകുവാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികളുടെ പണവും പദവിയും മാത്രം നോക്കി വിവാഹങ്ങളെ അളക്കാതെ അവരുടെ സ്വഭാവത്തിനും പരസ്പരമുള്ള ധാരണയ്ക്കും മുൻഗണന നൽകിയാൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരൂ. ഒരുമിച്ച് ജീവിച്ച് കഷ്ടപ്പെട്ട് ഉയർന്ന നിലയിൽ എത്തുന്നതിലാണ് യഥാർത്ഥ സന്തോഷം.
ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ കല്യാണം നീണ്ടുപോയി ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളുണ്ടോ? നിങ്ങളുടെ ആശയങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ ഒരു വിഷയം ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.